അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നുഐം ബിൻ മസ്ഊദ് അൽ അസ്ജഈയുടെ വായയിലാണ് അവരുടെ കണ്ണും ചെവിയുമെല്ലാം. എന്താണ് ഇയാൾ പറയാൻ പോകുന്നത്? നുഐം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ എന്തായിരുന്നാലും നിങ്ങൾ യുദ്ധത്തിനിറങ്ങി മുന്നോട്ട് പോയിക്കോളൂ. പക്ഷേ ഈ കാര്യം നിങ്ങളുടെ ബോധ്യത്തിലുണ്ടായിരിക്കണം. അതായത് ഈ യുദ്ധം പരാജയപ്പെട്ടാൽ നിങ്ങളുടെ ജീവിതം അവതാളത്തിലാകും. ആ സമയത്ത് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വേണം. കാരണം നിങ്ങളുടെ വീടുകൾ, നിങ്ങളുടെ കച്ചവടങ്ങൾ, നിങ്ങളുടെ കന്നുകാലികൾ ഇതൊന്നും കൊണ്ടുപോകാൻ അവർ അനുവദിക്കില്ല. അപ്പം നിങ്ങൾ യുദ്ധത്തിൽ കൂടിക്കൊടുക്കണമെങ്കിൽ നിങ്ങൾ അതിനാവശ്യമായ പണയം ഞങ്ങൾക്ക് നൽകണം എന്ന് നിങ്ങൾ ഖുറൈശികളോട് പറയണം, ബനൂ ഗത്ഫാനോട് പറയണം. എന്നാൽ മാത്രമേ ഞങ്ങൾ സഹായിക്കൂ എന്ന് നിങ്ങൾ തീർത്ത് പറയണം. അവരെല്ലാവരും സമ്മതിച്ചു. ശരിയാണ്, അത് തീർച്ചയായും വളരെ ന്യായം തന്നെയാണ്. അങ്ങനെ അവരെ കൺവിൻസ് ചെയ്തുകൊണ്ട് നുഐം അവിടെ നിന്ന് നേരെ ബനൂ ഗത്ഫാൻ്റെ ക്യാമ്പിലെത്തി. ബനൂ ഗത്ഫാൻ്റെ ക്യാമ്പിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടി ആണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എനിക്കൊരു രഹസ്യ വിവരം കിട്ടിയിരിക്കുന്നു. എന്താണെന്നറിയാമോ? ബനൂ ഖുറൈളക്കാർ നമ്മളെ സഹായിക്കും എന്നത് ശരിയാണ്. പക്ഷേ അവർ ചെയ്ത സഹായത്തിൻ്റെ കാര്യത്തിൽ തന്നെ അവർ വല്ലാത്തൊരു അങ്കലാപ്പിലാണ്. മുഹമ്മദ് വിജയിക്കുകയും പ്രതികാരം ചെയ്യുകയും ചെയ്യുമോ എന്ന പേടി അവരുടെ വീട്ടിൽ നല്ലോണമുണ്ട്. എനിക്കവരെ അറിയാം, ഞാൻ അവരുടെ അടുത്ത ആളാണ്, അതുകൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് അവർ സഹായിക്കും എന്ന വാക്കിൽ അവർ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ അതിന് പകരം അവർക്ക് നമ്മൾ പണയം കൊടുക്കേണ്ടി വരും. കാരണം അത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. യുദ്ധം പരാജയപ്പെട്ടാൽ അവർക്കുണ്ടാകുന്ന പ്രശ്നത്തെ നേരിടാനാണ് അത്. അങ്ങനെ ഒന്നുണ്ട്, അത് നിങ്ങളോട് പറയുക മാത്രം ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് നുഐം നേരെ ഖുറൈശികളുടെ ക്യാമ്പിൽ ചെന്നു. അവിടെ ചെന്നും ഇതേ അർത്ഥത്തിൽ തന്നെ, ഇതേ ടോണിൽ തന്നെ അവരോടും ഈ കാര്യം പറഞ്ഞു. അവർക്കൊക്കെ ഇത് ബോധ്യമായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഖുറൈശികൾ അവരൊരു അടിയന്തര യോഗം ചേർന്ന് തീരുമാനിച്ചു, നമ്മളിങ്ങനെ അറ്റമില്ലാതെ അന്തമില്ലാതെ അനന്തമായി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഇവിടെ മുമ്പിലുള്ളത് കിടങ്ങാണ്. ദിവസങ്ങൾ കഴിഞ്ഞു എന്ന് കരുതിയിട്ട് കിടങ്ങ് ചെറുതാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പം ആയതുകൊണ്ട് നമ്മൾ ഇനിയും ഒരുപാട് കാത്തു നിൽക്കുന്നതിൽ അർത്ഥമില്ല. കാത്തു നിന്നാൽ നമ്മുടെ സമയം നഷ്ടപ്പെടും എന്നല്ലാതെ മറ്റൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് നമുക്ക് ഇനി മറ്റൊന്നും നോക്കാതെ ഇരച്ച് കയറാം, യുദ്ധം അങ്ങോട്ട് തുടങ്ങാം അവർ തീരുമാനിച്ചു. എല്ലാവരും പറഞ്ഞു അതിനാണ് ശരി. ഏതായിരുന്നാലും ഇവിടെ ഒരു എത്തിയില്ല, ഇനി നമ്മൾ പരാജയപ്പെട്ട് പോകാമെന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇരച്ച് കയറാം. അങ്ങനെ അവർ രഹസ്യമായി ബനൂ ഖുറൈളക്ക് വിവരം കൊടുത്തു, നാളെ നമ്മുടെ അറ്റാക്ക് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സജ്ജരായിരിക്കണം, നിങ്ങളെല്ലാവരും വരണം, നിങ്ങളെല്ലാവരും ഇറങ്ങണം. കാരണം ആൾക്കാർ കൂടുതൽ ബനൂ ഗത്ഫാൻ്റെ കയ്യിലാണ് എങ്കിലും ഏറ്റവും വലിയ സഹായം ചെയ്യാൻ കഴിയുക മദീനയുടെ ഉള്ളിൽ താമസിക്കുന്ന ജൂതന്മാർക്കാണ്. അതുകൊണ്ടാണ് അവർ ജൂതന്മാരെ കൂട്ടുപിടിക്കുന്നത്. ആ വിവരം അവർക്കെത്തി. നാളെ രാവിലെ എല്ലാവരോടും ഇറങ്ങാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ വിവരം അവരുടെ ക്യാമ്പിലെത്തിയപ്പോൾ ബനൂ ഖുറൈളക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇറങ്ങുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം തന്നെ ആശങ്ക വന്നു. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്ന്, നാളെ ശനിയാഴ്ചയാണ്, ഞങ്ങളുടെ ശാബത്ത് നാൾ. നാളെ ഞങ്ങൾ എന്ത് പറഞ്ഞാലും ആര് പറഞ്ഞാലും യുദ്ധത്തിനിറങ്ങില്ല. അത് ഞങ്ങളുടെ മതപരമായ വികാരമാണ്. രണ്ടാമത്തേത്, ഈ യുദ്ധം വിജയിക്കും എന്ന് എന്താ ഉറപ്പ്? യുദ്ധം പരാജയപ്പെട്ടാൽ നിങ്ങളൊക്കെ നിങ്ങളുടെ നാടുകളിലേക്ക് സുരക്ഷിതമായി പോകും. നിങ്ങളുടെ എല്ലാ വസ്തുവകകളും കുടുംബവും ഒക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾക്കങ്ങനെയല്ല. നിങ്ങളെ സഹായിച്ചതിൻ്റെ പേരിൽ മുസ്ലിമീങ്ങളുടെ ഭാഗത്തിൽ നിന്ന് കടുത്ത വെല്ലുവിളി നേരിടേണ്ടി വരും. അവർ ഞങ്ങളോട് പ്രതികാരം ചെയ്യും. അതുകൊണ്ട്
നിങ്ങൾ ഞങ്ങളുടെ ഭാവി ഞങ്ങൾക്ക് സുരക്ഷിതമാക്കാവുന്ന അത്ര എമൗണ്ടിൻ്റെ പണയം തന്നാലേ ഞങ്ങൾ യുദ്ധത്തിനിറങ്ങും. ആ വിവരവുമായി സൈന്യത്തിൻ്റെ നേതൃത്വത്തിൻ്റെ അടുത്തെത്തി ദൂതന്മാർ. അവരാ കാര്യം പറഞ്ഞപ്പോഴാണ് ബനു ഗത്ഫാനും ഖുറൈശികളും ഒരേ സമയം ചിന്തിച്ചത്, നുഐം പറഞ്ഞത് ശരിയാണ് എന്ന്. നുഐം പറഞ്ഞത് ശരിയാണ്. അതോടുകൂടെ പണയം നൽകാനൊന്നുമില്ല, പണയം നൽകാൻ അവർ ഉദ്ദേശിക്കുന്നുമില്ല. പക്ഷേ അവരേറ്റവും അധികം പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്നത് ഉള്ളിൽ നിന്നുള്ള സഹായത്തെയാണ്. ആ ഉള്ളിൽ നിന്നുള്ള സഹായം കിട്ടുകയില്ല എന്ന് വന്നു. അതോടുകൂടെ ആ സൈന്യത്തിൻ്റെ മാനസികമായ നില തകർന്നു, ധൈര്യം ചോർന്നു പോയി. മാത്രമല്ല ചിലരൊക്കെ കടന്ന് ചിന്തിച്ചു, ഇതിപ്പോൾ ബനു ഖുറൈളയുടെ മാത്രം കാര്യമാണ്, അലയൻസിലെ ഒരു കക്ഷി മാത്രമാണ് ബനു ഖുറൈള. ഒരുപക്ഷെ ബനു ഗത്ഫാൻ അങ്ങനെ ഒരു തീരുമാനത്തിലായിരിക്കുമോ എന്ന് ന്യായമായും ഖുറൈശികൾ സംശയിച്ചു. ഖുറൈശികൾ അങ്ങനെ എങ്ങാനും ആയിരിക്കുമോ, നമ്മുടെ യുദ്ധം വെറുതെ ആവുമോ എന്ന് ബനു ഗത്ഫാനും ചിന്തിച്ചു. അപ്പോൾ അവരാദ്യം തീരുമാനിച്ച കാര്യം, എന്നാൽ ഇരച്ചു കയറുക എന്ന പദ്ധതി നടപ്പിലാക്കാൻ വരട്ടെ, അതിനുള്ള സാഹചര്യമാകുമ്പോൾ നമുക്ക് ആലോചിക്കാം, ഭാവി ചർച്ചയിലേക്ക് ബാക്കി ചർച്ചകളിലേക്ക് നമുക്കിപ്പോൾ പ്രവേശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിരിഞ്ഞു. അതേസമയം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നീക്കങ്ങളൊന്നും കാര്യമായി അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുസ്ലിമീങ്ങളോടൊപ്പം ആത്മാർത്ഥമായ ദുആയിലായിരുന്നു. ആത്മാർത്ഥമായിരുന്നു ദുആ. അല്ലാഹുമ്മ യാ മുനസ്സിലൽ കിതാബ് വയാ മുജ്രിയസ് സഹാബ് ഇഹ്സിമിൽ അഹ്സാബ്. പടച്ചവനെ, ഈ സഖ്യസേനയെ നീ പരാജയപ്പെടുത്തണമേ. അല്ലാഹുവിൻ്റെ റസൂൽ ആത്മാർത്ഥമായി ദുആ ചെയ്തു. മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ, മുത്തഖീങ്ങൾ, സഹാബിമാർ അവരാത്മാർത്ഥമായി പ്രാർത്ഥനയിലാണ്. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബിമാരോട് പറഞ്ഞു, ഒരു കാര്യം, ഇന്ന് രാത്രി ആരും പുറത്തിറങ്ങരുത്. ഇന്ന് രാത്രി എന്തെങ്കിലും ശബ്ദം കേട്ടാൽ ആരും പുറത്തിറങ്ങരുത്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.